ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. അലോഷ്യയോട് അലർജി. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ. മുഖ്യമന്ത്രിയെ കാണാൻ കാത്തുനിന്നിട്ടും സംസാരിച്ചില്ല. തേവര SH കോളേജിൽ നടന് പരിപാടിയിൽ, അതായത് SH കോളേജിൽ നടന്ന പരിപാടിയിലാണ് ഈ ഇരുവരും പങ്കെടുത്തത്. പക്ഷേ വിദ്യാർത്ഥി സംഘടനാ നേതാവിന് മുഖം കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല VD സതീശൻ. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും ഉയർന്നതാണ്. KSU പ്ലീഡറുടെ നിയമന കാര്യത്തിലടക്കം സംഘപരിവാർ നിയമനങ്ങളിൽ വലിയ എതിർപ്പ് കൃത്യമായി KSU മുമ്പോട്ട് വച്ചിരുന്നു. അതിനോടുള്ള വിയോജിപ്പ് കൂടിയാണ്, അസഹിഷ്ണുത കൂടിയാണ് VD സതീശൻ എന്ന മുതിർന്ന നേതാവ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടാകുന്നത്. അതും അവരുടെ തന്നെ വിദ്യാർത്ഥി സംഘടനാ നേതാവിനോട്. ഇത്തരത്തിൽ നേരത്തെ തന്നെ PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി, ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് എതിർപ്പുന്നയിച്ചിരുന്നു. അദ്ദേഹത്തോടും ഇതേ സമീപനമായിരുന്നു VD സതീശൻ കാട്ടിയത്. അദ്ദേഹം ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ട് പോലും മുഖ്യമന്ത്രി കൊടുക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് KSUവിൻ്റെ അലോഷ്യസിനും അത്തരത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് പോലും കൊടുക്കാൻ തയ്യാറായില്ല. ഇതാ നേരിട്ട് കാണുന്ന ഒരു വേദിയിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അലോഷ്യസ് കാത്തുനിന്നിട്ട് പോലും അലോഷ്യസിനെ ശരീരം കൊണ്ടുപോലും തിരസ്കരിച്ച് മുമ്പോട്ട് പോകുന്നു. അതായത് ഒരു നോട്ടം കൊണ്ടോ കൈ കൊടുക്കാനോ ചിരിക്കാനോ പോലും തയ്യാറാകാതെ VD സതീശൻ മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ ജാള്യതയിൽ അലോഷ്യസ് നിൽക്കുന്നു. ഇതും നമുക്ക് കാണാനാകും. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ചുവന്ന വൃത്തത്തിൽ നോക്കൂ, ഉണ്ടോ, അലോഷ്യസിനെ കാണാതെ ശരീരഭാഷകൾ കൊണ്ട് പോലും ആ എതിർപ്പ്, KSU നേതാവിനോടുള്ള എതിർപ്പ്, KSUവിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചാണ് കടന്നു പോകുന്നത് VD സതീശൻ. കൂടുതൽ വിവരങ്ങളുമായി അർച്ചന ചേരുന്നു. അർച്ചന, കൃത്യമായൊരു കോൺഫ്ലിക്റ്റ് അവരുടെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. പരസ്യവേദിയിൽ പോലും അലോഷ്യസിനോട് സഹിഷ്ണുത കാണിക്കാൻ മുഖ്യമന്ത്രിക്കാകുന്നില്ല. നേരത്തെ VR അനൂപ് അടക്കമുള്ള നിരവധി പേർ RV ബാബുവിന് അവസരം നൽകി, ശശികലയ്ക്ക് അവസരം നൽകി മുഖ്യമന്ത്രിയെ കാണാൻ. പക്ഷേ KSU നേതാവിനില്ലേ, അലോഷ്യസിനില്ലേ, PM നിയാസിനില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ടായിരുന്നു. ഇതൊക്കെ പ്രസക്തമാക്കുന്നു ഈ ദൃശ്യങ്ങളും. എന്താണിന്ന് നടന്നത് തേവര കോളേജിൽ? അജിംഷാദ്, മുഖ്യമന്ത്രി VD സതീശൻ്റെ ശൈലിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു വിയോജിപ്പ് അല്ലെങ്കിൽ വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. ഇപ്പോൾ അത് അല്പം രൂക്ഷമായി അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക്, പരസ്യപ്പോരിലേക്ക് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇപ്പോൾ അലോഷ്യസ് സേവ്യറും അല്ലെങ്കിൽ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും ഒപ്പം ഭിന്നാഭിപ്രായങ്ങൾക്കൊക്കെ കാരണം. ഇന്ന് തേവര SHS കോളേജിലാണ് ഇരുവരും കണ്ടുമുട്ടിയത്. അതായത് അലോഷ്യസ് സേവ്യറും ഒപ്പം മുഖ്യമന്ത്രി VD സതീശനും. മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യ അതിഥിയായിട്ടാണ് ഈ പരിപാടിക്കെത്തിയത്. അലോഷ്യസ് സേവ്യർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ ഘട്ടത്തിൽ അലോഷ്യസ് സേവ്യർ കാണിയായി എത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി എത്തുന്നു, തുടർന്ന് വേദിയിലേക്ക് പോകുന്നു. ആ സമയത്ത് മുൻനിരയിൽ അലോഷ്യസ് സേവ്യർ ഉണ്ട്. പക്ഷേ കണ്ടഭാവം നടിക്കാതെ മുഖ്യമന്ത്രി വേദിയിലേക്ക് കയറി പോകുന്നു. തുടർന്ന് പരിപാടി കഴിയുന്ന വേളയിൽ അലോഷ്യസ് സേവ്യർ ഈ വേദിക്ക് താഴെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയെ കാണാനും സംസാരിക്കാനും വേണ്ടി. പക്ഷേ മുഖ്യമന്ത്രി നേരെ ഇറങ്ങി വരുന്നു, മറ്റുള്ള ആളുകളുമായി സംസാരിക്കുന്നു. അലോഷ്യസ് സേവ്യറിനെ കണ്ടഭാവം നടിക്കാതെയാണ് ഇത്തരത്തിൽ അദ്ദേഹം പോവുകയും ചെയ്യുന്നത്. അലോഷ്യസ് സേവ്യർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അലോഷ്യസ് സേവ്യറിൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് മുഖ്യമന്ത്രി പിന്നീട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് അല്ലെങ്കിൽ പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അലോഷ്യസ് സേവ്യർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. നേരത്തെ ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങിയത്. അതിൽ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടിയിരുന്നു, അത് നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് നേതാക്കൾക്കടക്കം ഇതിൽ ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തുന്നത്. ഏറ്റവും കോൺഗ്രസിനകത്ത് തന്നെ VD സതീശൻ്റെ നിലപാടിനെതിരെ അല്ലെങ്കിൽ ശൈലിക്കെതിരെ വലിയ വിയോജിപ്പുണ്ട്. അതിലാണ് ഇപ്പോൾ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പക്ഷം ഇത്തരത്തിൽ എതിർപ്പുമായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ആണെങ്കിലും മാത്യു കുൽനാടനൊക്കെ ഇത്തരത്തിൽ പരസ്യമായി രംഗത്തെത്തുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു. പാർട്ടി അകത്തോ അല്ലെങ്കിൽ നേതാക്കളുമായിട്ടോ യാതൊരു തരത്തിലുള്ള കൂടിയാലോചനകളൊന്നുമില്ലാതെ തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു വിയോജിപ്പ് തന്നെയാണ് ഈ വിഷയത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നത്. ഇത് ഒരു KSU വിഷയമായതുകൊണ്ട് തന്നെ അത്തരം പ്രസ്താവനകൾ ഈ ആദ്യഘട്ടത്തിൽ ഈ വിഷയം ഉയർന്നു വന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു പരസ്യപ്പോരിലേക്ക് ഇത് നീങ്ങുന്നതും അതുകൊണ്ടതാണ്. കൃത്യമായ അദ്ദേഹത്തിൻ്റെ ശൈലിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്തുണ്ട്. അതുതന്നെയാണ് ഈ KSUവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കാണേണ്ടതും. എന്തായാലും അത് തന്നെയാണ്, അത്തരത്തിലുള്ള നീക്കങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ആണെങ്കിലും മാത്യു കുൽനാടനൊക്കെ ആണെങ്കിലും അത്തരമൊരു വിമർശനം തന്നെയാണ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയത്തോടെയും അല്ലെങ്കിൽ ഈ ഭരണം കിട്ടിയ സമയത്ത് ഇത്തരത്തിൽ ആൾ മാറുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ
നീങ്ങുന്നത് ഇതിൻ്റെയൊക്കെ ശൈലിയാണെന്ന രീതിയിലാണ് പല കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുകയൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും ഗോകുൽ ഗുരുവായൂർ എന്ന തൃശ്ശൂരിലെ നേതാവ് തന്നെ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കാരണം പാലം കടക്കുവോളം നാരായണ, അതിനുശേഷം കൂരായണ എന്നാണോ വി.ഡി. സതീശൻ നേതാവാണ്. ഇത് KSUവിൻ്റെ അഭിപ്രായമായിരുന്നു. അത്തരത്തിൽ വിവിധമായ വിഷയങ്ങൾ VR അനൂപ് പരസ്യമായി രംഗത്തെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിമർശനമുണ്ട്. PM നിയാസ് പരസ്യമായി എത്തുന്നു. ഇന്ന് KSUവിന് താക്കീതുമായി മന്ത്രി AP അനിൽകുമാർ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇത് വലിയൊരു കോൺഫ്ലിക്റ്റായി നിൽക്കുകയാണ്. അവിടെയാണ് സതീശൻ സ്വന്തം വിദ്യാർത്ഥി സംഘടനാ നേതാവിന് ഒരു മുഖം പോലും കൊടുക്കാതെ അർച്ചന, അതായത് കയറിപ്പോകുന്നതും നമ്മൾ കണ്ടു. ഇനി ഇറങ്ങി വരുമ്പോഴും ഇതുപോലെ കാത്തു നിന്നിട്ടും മിണ്ടിയില്ല അല്ലേ? അജിംഷാ, തീർച്ചയായും മുഖ്യമന്ത്രി എത്തുന്നതിന് മുന്നേ തന്നെ അലോഷ്യസ് സേവ്യർ ഈ മുൻനിരയിൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അലോഷ്യസ് സേവ്യറിനെ കടന്നു പോവുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുന്ന വേളയിലും അലോഷ്യസ് സേവ്യർ ഇത്തരത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. വേദിക്ക് താഴെയായി കാത്തിരിക്കുകയായിരുന്നു. അവിടെ പല കോൺഗ്രസ് നേതാക്കളുണ്ട്, അവരോടെല്ലാം സംസാരിക്കുന്നുണ്ട്. എന്നാൽ അലോഷ്യസ് സേവ്യറിന് മാത്രം മുഖം കൊടുക്കാതെ, അല്ലെങ്കിൽ അലോഷ്യസ് സേവ്യർ പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാതെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമായി കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം അലോഷ്യസ് സേവ്യർ അദ്ദേഹത്തോട് മിണ്ടാൻ ശ്രമിക്കാൻ ഒക്കെ ആഗ്രഹത്തോടെയാണ് അങ്ങോട്ട് എത്തിയത്. പക്ഷേ അദ്ദേഹം മുഖം കൊടുക്കാതെ കടന്നു പോകുന്നതാണ് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടത്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. എന്തായാലും അലോഷ്യസ് സേവ്യറിനോടും ഒപ്പം KSUവിനോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ KSU ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയപ്പോൾ അവരാരാണെന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. പിന്നീട് ഇത്തരത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ അനുമതി തേടുന്നു, അതും നിഷേധിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാട് ഇതാണ്. അതിലിപ്പോൾ ഭിന്ന അഭിപ്രായങ്ങളും എതിർസ്വരങ്ങളും ഒക്കെ വന്നിട്ടും മുഖ്യമന്ത്രിക്ക് അതിൽ യാതൊരു ചലനവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഈ വിഷയം KSUവിന് ധരിപ്പിക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ അവശേഷിക്കുകയാണ്. എന്തായാലും അതിനിടെയാണ് ഇത്തരത്തിൽ ഇന്നും രണ്ടുപേരും തേവര SS കോളേജിൽ കണ്ടുമുട്ടുകയും മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി ഇവിടെ നിന്നും പടിയിറങ്ങി പോവുകയും ചെയ്തത്. എന്തായാലും KSU നേതാവ് അല്പസമയത്തിനുള്ളിൽ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്താണ് അലോഷ്യസ് സേവ്യറിൻ്റെ മറുപടി എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു പറ്റം നേതാക്കൾ ഇതിൽ എതിർപ്പുമായി അല്ലെങ്കിൽ ഭിന്നസ്വരവുമായി പരസ്യപ്പോരിലേക്ക് എത്തുന്നു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി.ഡി. സതീശൻ്റെ ശൈലിക്കെതിരെ തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുമായി കൂടി ആലോചിക്കാതെ ഏത് വിഷയവും ഇതൊരു വിഷയം മാത്രമല്ല, മറ്റ് വിഷയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിയോജിപ്പുകൾ ഒളിയമ്പൊക്കെ ആയിട്ട് പുറത്തു വന്നതാണ്. പക്ഷേ ഇപ്പോഴാണ് ഇതൊരു പരസ്യ പ്രതികരണമായി നേതാക്കളൊക്കെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ പരസ്യമായി തേവര കോളേജിൽ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം. ഉടൻ തന്നെ അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ സമീപനത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തുകയാണ്. തനിക്ക് വിഷമമുണ്ട്, മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യനാണ് താനും. മാത്രമല്ല, ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാവ് കൂടിയാണ്. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് വി.ഡി. സതീശൻ്റെ ആ പെരുമാറ്റം തന്നിൽ വിഷമമുണ്ടാക്കിയെന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹം പറയുകയാണ്. മാത്രമല്ല, ചിരിക്കുക എന്നത് താൻ പഠിച്ച രാഷ്ട്രീയമാണ്. അതിൻ്റെ അർത്ഥം വി.ഡി. സതീശൻ ചിരിച്ചില്ല എന്നുള്ളതിന് മറുപടി കൂടിയാണ് അവിടെ അലോഷ്യസ് സേവ്യർ മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ ഷമ്മി പ്രഭാകർ ന്യൂസ് ഡെസ്കിൽ നിന്നും കൂടുതൽ വിലയിരുത്തലുകളുമായി ചേരുകയാണ്. ഷമ്മി, എന്താണ് KSU സംസ്ഥാന പ്രസിഡന്റിനോട് മുഖ്യമന്ത്രി കാട്ടിയത്? അതിനെതിരെയുള്ള KSUവിൻ്റെ പ്രതിഷേധം എന്താണ് അലോഷ്യസിലൂടെ പുറത്തെത്തുന്നത്? എങ്ങനെയാണ് ഈ കോൺഫ്ലിക്റ്റിനെ വായിച്ചെടുക്കാനാകുന്നത്? അജിംഷാദ്, ഈ വിഷയത്തെ നമ്മളിപ്പോൾ KSU അല്ലെങ്കിൽ ജിൻഡോ ജോൺ, VR അനൂപ് എന്നിങ്ങനെ ഒറ്റപ്പെടുത്തിയല്ല കാണേണ്ടത്. ശരിക്കും ഇത് വളരെ ആസൂത്രിതമായ ഒരു ഗ്രൂപ്പ് പോര്. അത് കോൺഗ്രസിനുള്ളിൽ നമുക്കറിയാം, AK ആൻ്റണിയും K കരുണാകരനും ഉണ്ടായിരുന്ന കാലത്ത് ഏത് രീതിയിൽ അന്നത്തെ A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിൽ പോരടിച്ചു എന്നുള്ളതിൻ്റെ ദൃസാക്ഷികളാണ് നമ്മളൊക്കെ. ഏതൊക്കെ തരത്തിൽ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബാധിച്ചിരുന്നു എന്നുള്ളത്. K കരുണാകരൻ മാറി, പിന്നീട് AK ആൻ്റണി വരുന്നു, അതിനുശേഷം AK ആൻ്റണി മാറി ഉമ്മൻചാണ്ടി വരുന്നു, K കരുണാകരൻ DIC ഉണ്ടാക്കുന്നു. അങ്ങനെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, 46 MLA മാരുടെ പിന്തുണ ഉണ്ടായിട്ടും KC വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ്. വലിയ പിന്തുണയൊന്നുമില്ലാത്ത 4-5 പേരുടെ MLA മാരുടെ മാത്രം പിന്തുണയുള്ള വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഇപ്പോൾ 2 മാസമാണ് ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം. ഷമ്മി സൂചിപ്പിച്ചതിൻ്റെ പശ്ചാത്തലം ശരിയാണ്. നമുക്ക് ഇവിടേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണ്? സർക്കാർ നടത്തിയ നിയമനങ്ങൾ, അവിടെ RSS നിയമനങ്ങൾ വരുന്നു.
സംഘപരിവാറിൻ്റെ നിയമനങ്ങൾ വരുന്നു, ഗവർണറുടെ നോമിനികൾ പങ്കെടുക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലായാലും സമസ്ത മേഖലകളിലും അത്തരത്തിൽ നോക്കൂ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി മുമ്പോട്ട് വെച്ച ശേഷാദ്രിനാഥിൻ്റെ വിഷയത്തിൽ പി എം മുഹമ്മദ് നിയാസ് പി എം നിയാസ് പരസ്യമായി രംഗത്തെത്തുന്നു, അപ്പോയിൻമെൻറ്റ് ചോദിക്കുന്നു, അത് കൊടുക്കുന്നില്ല. അതിനുശേഷം പ്ലീഡർമാരുടെ നിയമനത്തിൽ സംഘപരിവാർ ABVP ബന്ധമുള്ളവരെ ഇങ്ങനെ സൃഷ്ടിക്കുന്നത് ശരിയല്ല. KSU ഉണ്ട്, യൂത്ത് കോൺഗ്രസിന് വേണ്ടി അടികൊണ്ട നിരവധി പേരുണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലം മുമ്പോട്ട് വെക്കുന്നു. KSU ശക്തമായ ഭാഷയിൽ തിരുത്തുന്നു. ഇങ്ങനെ ഒരു രാഷ്ട്രീയ സിനാരിയോയ്ക്കൊടുവിലാണ് ഇതിനോടുള്ള അസഹിഷ്ണുത മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത്. അവിടെയാണ് അടിവരയിടേണ്ടത്. അതായത് സർക്കാരിൻ്റെ തെറ്റുകൾ, സംഘപരിവാർ വൽക്കരണം അവരുടെ തന്നെ വിദ്യാർത്ഥി നേതാക്കൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു, അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു. പക്ഷേ അതിനോട് മുഖം തിരിക്കുന്നു, അതിനോട് പോലും അസഹിഷ്ണുത. ഇന്ന് മന്ത്രി AP അനിൽകുമാറും പറഞ്ഞിട്ടുണ്ട് KSU നിലവിടരുതെന്ന്. നോക്കൂ ഷമി, വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക്, കേരളത്തിൻ്റെ മുന്നിലേക്ക് VD സതീശൻ പറഞ്ഞ KSUവിൻ്റെ യൂണിറ്റ് ഭാരവാഹികളാണോ പ്ലീഡർമാരെ നിശ്ചയിക്കുന്നത്, അങ്ങനെ KSUവിനെ ആക്ഷേപിച്ചു. ഈ ഒരു പശ്ചാത്തലം ഇവിടെ മൂർത്തമായി നിൽക്കുകയാണ് ഷമി. തീർച്ചയായും അത് അജിംഷാ ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുതയാണ്. പക്ഷെ KSUവിൻ്റെ ഈ സംഘവിരുദ്ധതയുടെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അത് മറ്റൊരു വിഷയം. നമ്മൾ അത് കാണുന്നതാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും SFI മാത്രമാണ് ഈ സംഘവൽക്കരണത്തിനെതിരായി അതിശക്തമായി രംഗത്ത് വരുന്നത്. ഈ വിഷയത്തിൽ ഇതൊരു കാരണമായി എടുക്കുന്നു എന്ന് വേണം ശരിക്കും മനസ്സിലാക്കാൻ. VD സതീശനെതിരായിട്ടുള്ള ആ ഒരു നീക്കത്തിൽ KC വേണുഗോപാൽ പക്ഷം ഇതൊരു ആയുധമാക്കി മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ഒരു ഏകോപിതമായ ഒരു അറ്റാക്ക്, അതിപ്പോൾ നമുക്കറിയാം. ഇന്ന് ദീപ്തി മേരി വർഗീസ് പറയുന്നു, മാത്യു കുഴൽനാടൻ പറയുന്നു, അലോഷ്യസ് സേവ്യർ പറയുന്നു. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഒരു അറ്റാക്ക് ഇതിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കുന്നു തങ്ങൾ അതങ്ങനെ വിടില്ല എന്ന് പൊതുജന സമക്ഷം ബോധ്യപ്പെടുത്താനുള്ള ഒരു നീക്കം VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് VD സതീശൻ ഇന്ന് അലോഷ്യസ് സേവറിനെ കണ്ടിട്ട് മുഖം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചിട്ട് നടന്നു പോകുന്നത്. നിങ്ങൾ എന്നെ അങ്ങനെ വഴക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വഴങ്ങി തരില്ല എന്ന് വളരെ വ്യക്തമായ സന്ദേശം VD സതീശനെ അറിയാം. ഇത്രമാത്രം ജനങ്ങൾ നിൽക്കുന്നു, ഇത്രമാത്രം മാധ്യമങ്ങൾ നിൽക്കുന്നു, ഇത്രമാത്രം ക്യാമറകൾ നിൽക്കുന്നു. അവരുടെ കണ്ണിൽ ഈ വാർത്ത ഒരു വലിയ വാർത്തയായി മാറുമെന്ന് അറിയാത്ത ആളല്ലല്ലോ VD സതീശൻ. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ വഴങ്ങിത്തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇവരെ പറഞ്ഞയച്ച ആരെയാണോ, അത് KC വേണുഗോപാൽ ആണെങ്കിൽ അദ്ദേഹത്തെ, അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യത്തിൽ VD സതീശൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കോൺഗ്രസിന്റെ സംഘടനാ ഭാഗം മുഴുവൻ KC വേണുഗോപാലിന് അനുകൂലമായി നിൽക്കുകയാണ്. MLA മാരിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിന് അനുകൂലമായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് പുറത്തുള്ള ആൾക്കാർ, അത് നമുക്കറിയാം, ഇപ്പോൾ മുസ്ലിം ലീഗ് ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും ഈ പറയുന്ന വിശ്വഹിന്ദു പരിഷത്ത് ആണെങ്കിലും ഇവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് തൻ്റെ ഭാഗം ശക്തമാക്കാനുള്ള വളരെ രാഷ്ട്രീയമായ, ബുദ്ധിപരമായ, കൂർമ്മമായ ഒരു തലം സതീശൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നത്. അതാണ് ഇവിടെ രണ്ട് തലങ്ങളുണ്ട്. ഇപ്പോൾ ഷമ്മി സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാലും മുഖ്യമന്ത്രി VD സതീശൻ എത്തുമ്പോൾ അസംതൃപ്തരാകുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ MLA മാരുടെ പിന്തുണയുള്ള ആളിനെ ആക്ഷേപിച്ചു, തെരുവിൽ പൊതുജന മധ്യത്തിൽ ആക്ഷേപിച്ചു എന്ന വലിയ നോവൽ ഒരുപക്ഷെ കോൺഗ്രസിലെ പ്രബലമായ വലിയൊരു വിഭാഗത്തിനുണ്ട് KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട്. അതവിടെ നിൽക്കുന്നു. രണ്ടാമത്തതാണ് ഇത്തരത്തിൽ സംഘപരിവാർ വൽക്കരണം. VD സതീശൻ പാർട്ടിയെ നോക്കാതെ, ചവിട്ടുപടികളായവരെ നോക്കാതെ വിജയത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്വഭാവത്തിലേക്ക് തിരിയുന്നത്. അതുകൊണ്ട് സതീശനെ പിന്തുണച്ചവർ പോലും VD സതീശനെതിരാകുന്ന ഒരു കാഴ്ച കൂടി കാണുകയാണ്. KSUവിൻ്റെ ഈ എതിർപ്പും ഇന്ന് KSUവിനോട് കാട്ടിയ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ അസഹിഷ്ണുതയും സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന വലിയ പോരിൻ്റെ, ഇപ്പോഴുള്ള പോരല്ല, ഇനിയും ഇതിലും വലുതായുള്ള പോരിൻ്റെ നേർചിത്രമാണ്. സംശയമില്ല ജിംഷാദ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം VD സതീശൻ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വാർത്താ സമ്മേളനത്തിലെ വാക്യങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെയൊന്നും താൻ ചെയ്യുന്നത് തൻ്റെ ഉത്തമ ബോധ്യത്തിലാണ് എന്ന് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ പറയുന്നത് പോലെ ശേഷാദ്രിനാഥിൻ്റെ നിയമനം തൊട്ട് ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളിലും അതിൽ പാർട്ടിയുമായി ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിക്കുകയാണ് എന്തുകൊണ്ട് UDF ചേരുന്നില്ല, UDFിൻ്റെ ചെയർമാൻ അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ LDF ചേർന്നോ എന്ന മറുചോദ്യം ചോദിച്ച് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തൻ്റെ പാർട്ടിയുമായി ആലോചിക്കാതെ, തൻ്റെ മുന്നണിയുമായി ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുത്ത് ഏകപക്ഷീയമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയിടാനാണ്
ചെയ്യാനാണ് മറുഭാഗം ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയമായി സതീശിനെ നേരിടുക തന്നെയാണ് കോൺഗ്രസിലെ ഒരു ഭാഗം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ ഒരു ഭാഗത്തിനെ വഴങ്ങിക്കൊടുക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മാനറിസം നമുക്ക് കാണാം. വളരെ കൃത്യമാണ്. ഇനി അലോഷ്യസ് സേവ്യറല്ല ആര് പറഞ്ഞാലും ഞാൻ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള കൃത്യമായ സന്ദേശം അലോഷ്യസ് സേവ്യറും കൊടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയല്ല ആരായാലും തെറ്റ് വീണ്ടും ചൂണ്ടിക്കാണിക്കും, അത് ചൂണ്ടിക്കാണിക്കുന്നതാണ് തെറ്റെങ്കിൽ അത് ഇനിയും ആവർത്തിക്കും എന്ന സന്ദേശം ഒരു വിദ്യാർത്ഥി നേതാവ് മുഖ്യമന്ത്രിയോട് പറയുകയാണ്, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. കാരണം ഇത്തരം രീതികൾ വി ഡി സതീശൻ അടക്കമുള്ളവരിൽ നിന്നാണ് താൻ പഠിച്ചത് എന്നൊരു പിൻകുത്തു കൂടി അലോഷ്യസ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഷമ്മി, തീർച്ചയായിട്ടും ഇന്ന് VR അനൂപും ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വി ഡി സതീശൻ കാണിച്ച പാതയിലൂടെയാണ് തങ്ങൾ പോകുന്നത്. തങ്ങൾ പിന്നെ സർക്കാരിൻ്റെ ഭാഗം പറയാൻ PRD ഉണ്ട്, കോൺഗ്രസിൻ്റെ നിലപാടും നയവും പറയാൻ തങ്ങൾക്ക് ബാധ്യതയുണ്ടെന്ന് ജിൻഡോ ജോൺ പറയുന്നുണ്ട്. ഏതാണ്ട് സമാനമായ വാക്കുകളാണ് അലോഷ്യസ് സേവ്യറും ആവർത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നയം തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ നയങ്ങളല്ല നടപ്പിലാക്കുന്നത് എന്നുകൂടിയുണ്ട്. കോൺഗ്രസിന്റെ നയങ്ങളല്ല വി ഡി. അത് മാത്രമല്ല, ഈ ഒന്ന് വി ഡി സതീശൻ്റെ ആ ധാർഷ്ട്യം വാർത്താ സമ്മേളനത്തിലുള്ള, രണ്ട് ഇന്നിപ്പോൾ മന്ത്രി AP അനിൽകുമാറൊക്കെ പരിധി വിടരുത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ വിദ്യാർത്ഥി സംഘടനയൊക്കെ കോൺഗ്രസ് മുതിർന്ന നേതാക്കന്മാർ കാണുന്നൊരു സമീപനത്തെ സംബന്ധിച്ചാണ്. അതിനെ ഒട്ടും പൊളിറ്റിക്കലായല്ല, അവർ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇതിനെയൊക്കെ കാണുന്നത് എന്നൊരു വലിയ തിരുത്തിൻ്റെ കൂടി ആവശ്യം കോൺഗ്രസ്സിന് ആവശ്യമാണ്, അനിവാര്യമാണ്. ഷമ്മി, ഞാൻ അതൊന്ന് പൊതുവായി നിരീക്ഷിച്ചെന്നേ ഉള്ളൂ. അജിംഷാദ്, സാധാരണ ഈ രാഷ്ട്രീയ മുഖ്യമന്ത്രിയെ പോലുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആയാലും LDFിൻ്റെ ആണെങ്കിലും CPMൻ്റെ ആണെങ്കിലും മുതിർന്ന നേതാക്കൾക്ക് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോട് ഒരു പ്രത്യേകമായ വാത്സല്യമുണ്ട്. അത് ഇപ്പോൾ SFIയുടെ നേതാക്കളായാലും KSUവിൻ്റെ നേതാക്കളായാലും ആ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കൾ ഇവരെ കാണുമ്പോൾ അവരോട് ഒരു വാത്സല്യം, രാഷ്ട്രീയത്തിനപ്പുറം ഒരു വാത്സല്യം പ്രകടിപ്പിക്കുന്ന കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വി ഡി സതീശൻ തീരെ പിറകിലാണ് എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ആ തേവര കോളേജിൽ നടന്ന ഇന്നിപ്പോൾ ദൃശ്യങ്ങളിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങളുമായി അർച്ചന കൂടി അവിടെ നിന്നും ചേരുകയാണ് നമ്മുടെ പ്രതിനിധി. അർച്ചന, ഇന്ന് എന്തായിരുന്നു സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഏറ്റവും പുതിയ പ്രേക്ഷകർക്കായി കൂടി? അജിംഷാദ്, ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ജില്ലയിലുണ്ടായിരുന്നു. എറണാകുളത്ത് വിവിധ പരിപാടികളുണ്ടായിരുന്നു. അലോഷ്യസ് സേവ്യർ പല തവണയായി അദ്ദേഹത്തെ കാണാനും തങ്ങളുടെ വിഷയങ്ങൾ ധരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചതാണ്. പക്ഷേ ഒരു ഘട്ടത്തിലും അത് നടന്നിട്ടില്ല. അതിനുശേഷമാണ് ഇന്ന് വൈകിട്ടോടെ തേവര SHS കോളേജിൽ രണ്ടുപേരും, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശനും അലോഷ്യസ് സേവ്യറും പങ്കെടുക്കുന്നത്. വി ഡി സതീശനായിരുന്നു മുഖ്യ അതിഥി. അതിനുശേഷം അലോഷ്യസ് സേവ്യർ മുൻനിരയിൽ, അതായത് കാണിയായി മുൻനിരയിൽ ഇരിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി കടന്നു പോകുന്നു. പക്ഷേ അലോഷ്യസ് സേവ്യറിനെ ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് പോലും നോക്കാതെയാണ് അദ്ദേഹം വേദിയിലേക്ക് കയറിപ്പോയത്. തുടർന്ന് പരിപാടി കഴിഞ്ഞതിന് ശേഷം അലോഷ്യസ് സേവ്യർ അദ്ദേഹത്തെ വേദിക്കരികിൽ കാത്തുനിന്നു. അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തെ കാണാനും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം നിന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇറങ്ങി വരുന്നു. മറ്റു പല പ്രവർത്തകരുമുണ്ട്, പ്രാദേശിക നേതാക്കളടക്കമുണ്ട്. അവരോടൊക്കെ സംസാരിക്കുന്നു. പക്ഷേ അലോഷ്യസ് സേവ്യറിനെ ആ ഘട്ടത്തിൽ പോലും കണ്ട ഭാവം അദ്ദേഹം നടിച്ചിട്ടില്ല. പിന്നീട് പലരുമായി സംസാരിക്കുമ്പോഴും അലോഷ്യസ് സേവ്യർ അദ്ദേഹത്തെ കാണുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും അലോഷ്യസ് സേവ്യറിൻ്റെ മുഖത്തേക്ക് പോലും വി ഡി സതീശൻ നോക്കിയില്ല. അങ്ങനെ അദ്ദേഹം കടന്നു പോവുകയാണ് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന പ്രശ്നമാണ് ഈ പ്ലീഡർ വിഷയവുമായി. തിരിച്ചു വന്നപ്പോഴും അലോഷ്യസ് കാണാൻ ശ്രമിച്ചെങ്കിലും കണ്ടില്ല. അപ്പോൾ ബോധപൂർവമാണ്. അപ്പോൾ PM നിയാസിൻ്റെ കാര്യത്തിലായാലും അലോഷ്യസിൻ്റെ കാര്യത്തിലായാലും പുറത്ത് കേൾക്കുന്നത് കിംവദന്തിയല്ല, അത്തരം വ്യാഖ്യാനങ്ങളാണ് ചിലർ നടത്തിയത്. പക്ഷേ അതല്ല, അതിൽ കാതലായ തർക്കവും വിഷയവും ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പെരുമാറ്റം എന്നുള്ളത്.